ഹലോ, അസ്സാം വലൈക്കും. ഇത് നമ്മൾ കാന്തപുരം അഥവാ പൂനൂർ കാന്തപുരം അവേലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹബീബ് ഖാൻ്റെ വീട്ടിലാണ് ഇത് ചെയ്തത്. ഇത് ഷൂറാക്കാണ് കാണുന്നത്. എൻട്രൻസിൽ തന്നെ കയറി വരുമ്പോൾ ഒരു ഡിസൈൻ ചെയ്ത ഷൂറാക്ക് സീലിങ്ങിൽ ഒരു കാലിഗ്രാഫി എടുത്ത് ഡെക്കറേഷൻ ചെയ്താണ്. നേരെ കയറി എൻട്രൻസിൽ കയറിയിട്ട് നേരെ റൈറ്റ് കയറിയാൽ നമുക്ക് ലിവിങ്ങിൽ വരുന്ന ടി വി ഷോക്കേസ്, ടി വി ബാക്ക്ഗ്രൗണ്ട് പാനൽ ചെയ്ത് അടിയിൽ ഷോക്കേസ് കൊടുത്തിട്ട് ചെയ്താണ്. അതേപോലെ തന്നെ ഇതാ വാള് ഡെക്കോറുകൾ, കർട്ടൻ വർക്ക് അങ്ങനത്തെ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ലിവിങ്, കണ്ടില്ലേ. പിന്നെ ടി വി ഷോക്കേസ് ഒരു ഗ്രേ കളറ് ഫിനിഷ് ചെയ്തിട്ട് ആണ് ചെയ്ത്. കയറി ഇങ്ങനെ വരുമ്പോൾ കണ്ടില്ല, ഷൂറാക്ക് അടിയിൽ ആർച്ച് ടൈപ്പിൽ ചെയ്ത് അങ്ങനെയാണ് ലിവിങ് ചെയ്ത് കൊടുത്തത്. ഇത് ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാളിൽ ഡൈനിങ് ടേബിളിൻ്റെ റൈറ്റ് ചുമരിൽ വരുന്നത് പിന്നെ ചാർക്കോൾ ഷീറ്റ് ആർച്ചിൽ കട്ട് ചെയ്ത് ബോർഡർ എടുത്തിട്ട് ചെയ്താണ്, ഒരു ഡിസൈനാക്കി മാറ്റിയാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് വാൾപേപ്പർ ചെയ്താണ്. ഇത് ഒരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൽ ഹെഡ് ബോർഡ് റൈറ്റ് ലെഫ്റ്റ് ചാർക്കോൾ ഷീറ്റിൽ പാനൽ ചെയ്തിട്ട് അതിന് സെൻറ്ററിൽ ലൈറ്റ് കൊടുത്ത് കോവ് ലൈറ്റും കൊടുത്ത്, പിന്നെ ബെഡ് സ്പേസിൻ്റെ മുകളിൽ വരുന്ന ഹെഡ് ബോർഡ് സ്പേസ് ബ്ലാങ്ക് ആക്കി അതിൽ ചുമരിൽ നമ്മൾ എന്ത് ചെയ്താണ്, പിന്നെ പെയിൻറ്റ് ചെയ്താണ്. വാൾപേപ്പർ ചെയ്തിട്ട് ഒരു ഗ്രൂ കൊടുത്ത് വാൾപേപ്പർ ചെയ്ത് ഫിനിഷ് ചെയ്താണ്. ഹെഡ് ബോർഡ് കണ്ടില്ല, ഒരു ചെറിയ ആർച്ച് ടൈപ്പാണ് ഹെഡ് ബോർഡ് കൊടുത്തത്, കുഷൻ ചെയ്താണത്. ഇത് ആ ബെഡ്റൂമിൽ വരുന്ന വാർഡ്രോബാണ്. വാർഡ്രോബിന് ഫ്ലൂട്ടഡ് ഗ്ലാസ് കൊടുത്തിട്ട് ഉള്ളിൽ ലൈറ്റൊക്കെ കൊടുത്ത് സെറ്റാക്കിയാണ്. അതേപോലെ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട് ഇവിടെ വിൻഡോൻ്റെ അടുത്ത്, അത് മുകളിലും അടിയിലും പാനൽ ചെയ്തിട്ടുണ്ട്. ഇത് കബോർഡിൻ്റെ റൈറ്റിൽ നമ്മളിങ്ങനെ ഒരു മിറർ കൊടുത്ത് അടിയിൽ 3 ഇത് കൊടുത്തിട്ടുണ്ട്, 3 ഡ്രോയർ കൊടുത്ത് സെറ്റാക്കിയാണ്. ഇത് ഫ്ലൂട്ടഡ് ഗ്ലാസ് കൊടുത്ത് നല്ല ലൈറ്റ് ഉള്ളിൽ കൊടുത്ത് ഫിനിഷ് ചെയ്താണ്. സീലിങ്ങിന് ചെറിയ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. സൈഡ് ടേബിൾ 2 ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ബെഡിൻ്റെ ഒരു കുഷൻ ചെയ്താണ് ഫുള്ള് ബെഡ്. ഇതാണ് ഈ ബെഡ്റൂം. കണ്ടില്ല, സീലിങ്ങിൽ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്ത് താഴോട്ടേക്ക് ഇറക്കിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു ബെഡ്റൂമാണിത്, മെയിൻ ബെഡ്റൂം ഇതാണ്. ഇതിൽ ഹെഡ് ബോർഡൊക്കെ കുഷൻ ചെയ്ത് ഒരു ആർച്ച് ഡിസൈൻ ചെയ്ത് ഇതൊക്കെ നമ്മൾ പിന്നെ സ്റ്റീൽ വെൽഡ് ചെയ്ത് ഇങ്ങോട്ട് പിന്നെ ഫ്ലെക്സിബിളായി വെച്ച് ചെയ്താണ് ഇതൊക്കെ. ബെഡും അതേപോലെ തന്നെ കുഷൻ ചെയ്ത് ബെഡ് കോട്ടും കുഷൻ ചെയ്തതാണ്. ഹെഡ് ബോർഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വാളിൽ ലൂവർ കയറ്റി അവിടെ ഒരു ഡിസൈനിൽ ഒരു ലൈറ്റ് കൊടുത്ത്, അതേപോലെ തന്നെ നമ്മളെ വിൻഡോ പാനൽ ചെയ്ത് റൈറ്റ് ഭാഗത്ത് അവിടെ നമുക്ക് സ്റ്റഡി ടേബിൾ വരുന്നുണ്ട്. ഇതാ ഇവിടെ ഹെഡ് ബോർഡ് കണ്ടില്ല, ആർച്ച് ഷേപ്പിൽ ചെയ്താണ്. റൈറ്റ് സൈഡിൽ നമ്മൾ അവിടെ ഒരു സ്റ്റഡി ടേബിൾ ചെയ്ത് റൈറ്റ് ഭാഗത്ത് മൊത്തത്തിൽ ലെങ്ത്തിൽ സിറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്. സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ ഒരു ഓപ്പൺ ഷെൽഫ് ചെയ്ത് സീലിംഗ് കണ്ടില്ല, സീലിംഗ് ഒരു 3 സ്റ്റെപ്പായിട്ട് കോവ് കൊടുത്ത് ഡിസൈൻ ചെയ്താണ്. ഒരു ഓപ്പൺ ഷെൽഫ് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ആ മൂല മുതൽ അപ്പുറത്തെ സൈഡ് വരെ ലെങ്ത്തിൽ ഒരു സിറ്റിംഗ് കൊടുത്ത് അതിൻ്റെ അടിയിൽ ഡോറുകൾ കൊടുത്ത്, പിന്നെ അവിടെ ഒരു സിറ്റിങ്ങിൻ്റെ നേരെ ആ ഭാഗത്ത് ഓപ്പൺ ഷെൽഫ് കൊടുത്ത്, പിന്നെ ഇങ്ങോട്ടേക്ക് 4 ഡോറ് കബോർഡ് കൊടുത്ത് അതിലൊരു ഡോറ് ഫ്ലൂട്ടഡ് ഗ്ലാസ് ആണ്. 2 ഡോറിൻ്റെ അടിയിൽ ഒരു ഷൂ വെക്കാനുള്ളൊരു സൗകര്യം ചെയ്തിട്ടുണ്ട്, ഒരു ഓപ്പൺ ആക്കി സ്പേസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫ്ലൂട്ടഡ് ഗ്ലാസ് കൊടുത്തിട്ട് ഉള്ളിൽ ലൈറ്റ് കൊടുത്ത് സെറ്റാക്കി. അതിൻ്റെ നേരെ പുറത്ത് ജസ്റ്റ് മിറർ മാത്രം, മിറർ ലൈറ്റ് വെച്ച് കൊടുത്താണ്. ഫുള്ള് PVC മൈക്ക് മൾട്ടിവുഡ് അഥവാ PVC ഷീറ്റ് വെച്ചാണ് ബോക്സുകളൊക്കെ ചെയ്തത്. പിന്നെ കിഡ്സ് റൂമാണിത്. കുട്ടികൾക്കുള്ള റൂം. ഹെഡ് ബോർഡ് സൈഡ് കുഷൻ ചെയ്ത് ഒരു ഡിസൈൻ ചെയ്ത് പാനൽ ചെയ്തിട്ട് കുഷൻ ചെയ്ത് ഡിസൈൻ ചെയ്തെടുത്താണ്. അവിടെ വാൾപേപ്പർ ചെയ്ത് വാളിൽ ലൈറ്റൊക്കെ കൊടുത്ത് മനോഹരമാക്കിയാണ്. ഹെഡ് ബോർഡ് ഇങ്ങനെ ഒരു ഡിസൈൻ ആർച്ച് ചെറിയ വലുതുമായിട്ടുള്ള ഡിസൈൻ കൊടുത്ത് സെൻറ്ററിൽ ഒരു ചെറിയ സൈഡ് ടേബിൾ പോലെ സെൻറ്ററിൽ 2 ഡ്രോയറുള്ളൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. റൈറ്റും ലെഫ്റ്റും 3 ഫൂട്ട് പെർ 6 ഫൂട്ടിൻ്റെ 2 കട്ടിൽ കൊടുത്ത് ഈ ചുമരൊക്കെ വാൾപേപ്പർ ചെയ്താണ്. പിന്നെ ഹെഡ് ബോർഡിൻ്റെ നേരെ മുകൾ ഭാഗത്ത് സീലിങ്ങിൽ ചെറിയൊരു വർക്ക് മൈക്ക ഫിനിഷ് ചെയ്ത് 3 ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ ഭാഗത്ത് റൈറ്റ് ഭാഗത്ത് വരുന്ന ചുമര് മൊത്തം നമ്മൾ കബോർഡ് ചെയ്താണ്. മുകളിൽ ചെറിയ ഡോറുകളും അടിയിൽ ആ ഭാഗത്ത് 3 ഡോറ്, ഈ ഭാഗത്തും 2 ഡോറും ഒരു ഓപ്പൺ സ്പേസും. പിന്നെ സെൻട്രലിൽ അവിടെ വിൻഡോൻ്റെ സ്പേസ് സിറ്റിങ് വരുന്നുണ്ട്. ഇത് ആ ഒരു മൂലയിൽ വരുന്ന ഭാഗത്ത് നമ്മൾ ഡ്രസ്സിംഗ് ടേബിൾ സെറ്റാക്കിയതാണ്. ഡ്രസ്സിംഗ് ടേബിളിൻ്റെ
അറ്റാച്ചായി കബോർഡിനോട് ചേർന്ന് വരുന്ന ഭാഗം ഓപ്പൺ സ്പേസ് ആണ്. ഇതാണ് നമ്മൾ ആ വിൻഡോ അവിടെ സിറ്റിങ് കൊടുത്തതാണ് കുഷൻ ചെയ്തിട്ട്. അപ്പോൾ ആ ചുമര് മൊത്തത്തിൽ ഒരു കിഡ്സിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ഇത് ചെയ്തതാണ്. കബോർഡ് സിറ്റിങ്ങിൻ്റെ അടിയിൽ ഡോറുകൾ കൊടുത്തിട്ടുണ്ട് സൗകര്യത്തിന്. ഇതാണ് നമ്മളെ ഹെഡ് ബോർഡ് വരികയാണെങ്കിൽ ഇങ്ങനെയാണ് കണ്ടില്ലേ. ഹെഡ് ബോർഡ് കുഷൻ്റെ ബാക്കിലും ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്ലൂട്ടഡ് ഗ്ലാസ് എടുത്ത് 2 ഡോറ് ഫ്ലൂട്ടഡ് കൊടുത്ത ഉള്ളിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തെ ഭാഗത്ത് ഒന്നിലും കൊടുത്തിട്ടുണ്ട്. ഇതൊരു കിഡ്സ് റൂം രീതിയിൽ അറേഞ്ച് ചെയ്തതാണ്. അതുകൊണ്ട് ഇങ്ങനെ കുറേ വർക്കുകൾ വന്നത് നല്ല മനോഹരമായിട്ടുണ്ട്. ഇത് ഒരു പ്ലേ റൂം പറഞ്ഞിട്ട് ചെയ്തതാണ്. ഇത് ജസ്റ്റ് കബോർഡ് റൈറ്റും ലെഫ്റ്റും ചെയ്തിട്ടുണ്ട്. റൈറ്റ് ഭാഗത്ത് അവർക്ക് സ്റ്റഡി ഒരു ടേബിളും ഒരു ചെറിയ കബോർഡും കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഓപ്പൺ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ബോർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ നേരെ ലെഫ്റ്റ് ഭാഗത്ത് നമ്മൾ ഫുൾ ലെങ്ത്തിൽ റൈറ്റും ലെഫ്റ്റും ഒരു ഓപ്പൺ സ്പേസും സെൻറ്ററിൽ ഒരു ടേബിളും അടിയിൽ ഡ്രോയറായിട്ടും കൊടുത്തിട്ടുണ്ട്. സിറ്റിങ്ങിന് സൗകര്യത്തിന് പഠിക്കാനും കാര്യങ്ങൾക്കും ഒക്കെ. പിന്നെ കുറേ മെമൻറ്റോ ഒക്കെ വെക്കാൻ പറ്റിയ ഓപ്പൺ സ്പേസ് നല്ല ഉഷാറാക്കി കൊടുത്തിട്ടുണ്ട്. റൈറ്റും ലെഫ്റ്റും ടേബിളിൻ്റെ അടിഭാഗത്ത് ഡ്രോയറും വെൽപ്പുകളൊക്കെ അതും കൊടുത്തിട്ടുണ്ട്. വാള് മൊത്തം പാനൽ ഡിസൈന് വാൾപേപ്പർ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, മെമൻറ്റോ ഒക്കെ വെക്കാൻ പറ്റിയ നല്ല മനോഹരമായ ഷെൽഫ് നല്ല വൃത്തിയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് പ്ലേ റൂം പറഞ്ഞ് നമ്മൾ ചെയ്തത്. അടുത്തത് പിന്നെ കണ്ടില്ലേ, ഇത് ആ സ്റ്റഡി ചെയ്യാൻ പറ്റിയ ഏരിയ. പിന്നെ അങ്ങനെ അതിൻ്റെ പുറത്തോട്ട് കടന്നാൽ ഇതിപ്പോൾ ആ റൂമിൻ്റെ ഒരു ചുമരാണ്, ജസ്റ്റ് ബ്ലാങ്ക് ആണ്. ബാക്കിയുള്ളതൊക്കെ ഫിനിഷ് ചെയ്തെടുത്താണ് ഓരോ വർക്ക് ചെയ്തിട്ട്. ഇത് ആ ഡൈനിങ് ഹാളിൻ്റെ സ്റ്റെയർകേസിൻ്റെ അടിയിൽ വരുന്ന ഭാഗങ്ങൾ ചെയ്തതാണ്. ഒന്ന് ജസ്റ്റ് പിന്നെ അടിഭാഗം മറിച്ച് അതിൻ്റെ അടിയിൽ ജസ്റ്റ് പുഷ് ഓപ്പണ് ഡോറുകൾ കൊടുത്തതാണ്. ഒരു സിറ്റിങ്ങും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് ഡൈനിങ് ഹാളിൻ്റെ അടിയിൽ സ്റ്റെയർകേസിൻ്റെ അടിയിൽ ചെയ്തത്. ഡൈനിങ് ഹാളിലെ ഒരു വാള് നമ്മൾ പറഞ്ഞില്ലേ, അത് ഇതേപോലെ വാൾപേപ്പർ ഒട്ടിച്ചിട്ട് ചാർക്കോൾ ഷീറ്റ് ബെൻഡ് ചെയ്തിട്ട് അത് ആർച്ചിൽ കട്ട് ചെയ്ത് 4 ആർച്ച് ഡിസൈൻ അതുപോലെ ചുമരിനെ സ്റ്റിക്ക് ചെയ്തിട്ട് അതിന് സെൻട്രൽ ലൈറ്റൊക്കെ കൊടുത്ത് അറേഞ്ച് ചെയ്തതാണ്. വളരെ ഭംഗിയുണ്ട് ഇത് കാണാൻ. ചാർക്കോൾ ഷീറ്റാണ് അത് ചെയ്തത്. അതിന് ബോർഡർ കൊടുത്ത് ഫിനിഷ് ചെയ്തെടുത്താണ്. ഈ രീതിയിലുള്ള വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഇതിൻ്റെ അടിയിൽ കൊടുക്കുക. ഓക്കെ. അപ്പോൾ ശരി എന്നാൽ ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.